ഹലോ ഫ്രണ്ട്സ്, മാതൃ മച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്ന വീഡിയോയിൽ വളരെ വിഷമകരമായാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ എമ്പുരാൻ മൂവി നമുക്കറിയാം തകർത്തോടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലാണേലും ഇന്ത്യക്ക് പുറത്താണേലും ഭയങ്കര റിവ്യൂവോടെ ഭയങ്കര ഒരു തൂക്കിയടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് സിനിമയ്ക്കെതിരെ വന്ന പരാതികളും വിമർശനങ്ങളും ഒക്കെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പുതിയതായിട്ട് വന്നൊരു ന്യൂസാണ്, സിനിമയിൽ നിന്ന് 17 രംഗങ്ങൾ കട്ട് ചെയ്യുന്നു. 17 സീനുകൾ അതിനകത്തുനിന്ന് ഒഴിവാക്കുന്നു, സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നു. നെക്സ്റ്റ് വീക്ക് തൊട്ട് ഈ ഒരു ഒഴിവാക്കിയ പതിപ്പായിരിക്കും പ്രദർശനത്തിന് എത്തുക. അപ്പോൾ എന്തായാലും ബുധൻ അല്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ചയോടെ പുതിയ പതിപ്പ് പ്രദർശനത്തിനെത്തും. നമ്മുടെ എമ്പുരാന്റെ പ്രൊഡ്യൂസറായ ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് സിനിമയിൽ നിന്ന് സമൂഹത്തിന് പ്രശ്നം വരുന്ന രീതിയിലുള്ള സീനുകളെല്ലാം ഞാൻ മാറ്റുന്നു എന്ന് പറഞ്ഞാണ് ആന്റണി പെരുമ്പാവൂർ ഈ ഒരു സംഭവം, ഈ ഒരു സീനുകൾ കട്ട് ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ വന്നത്. നമുക്കറിയാം ഇന്ന് ഈ സിനിമ ഇറങ്ങി ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഈ സിനിമയ്ക്കെതിരെ ഭയങ്കര വിമർശനങ്ങളും പരാതികളുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സിനിമയായി കാണുക. അപ്പോൾ കട്ട് ചെയ്യേണ്ട സീനുകൾ, അതിനകത്തെ കുറെ കലാപ സീനുകളും പിന്നെ സ്ത്രീകൾക്കെതിരായുള്ള കുറച്ച് സീനുകളുമാണ് കട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സിനിമയായി കാണുക എന്നുള്ള ഇതുവരെ മാറിയിട്ടില്ല നമ്മുടെ സിനിമയിൽ. നമുക്കറിയാം പണ്ടൊക്കെ തമിഴ് സിനിമ, എൻ്റെ ഇതിൽ നമ്മുടെ വിജയുടെ സിനിമകളാണ് കൂടുതലും ഇങ്ങനത്തെ പരാതികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മലയാള സിനിമയിലും അത് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം മാർക്കോയ്ക്കെതിരെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് മാർക്കോ റിലീസ് ചെയ്യപ്പെട്ടു, അത് ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. എന്നാൽ അത് OTT വന്നതിന് ശേഷമാണ് ഭയങ്കര പ്രശ്നമായ നമ്മൾ OTTനെ കട്ട് ചെയ്തു, ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ വന്നു. എന്നാൽ എമ്പുരാൻ അതല്ല. എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് തൊട്ടേ നമുക്കറിയാം എമ്പുരാനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എമ്പുരാൻ റിലീസ് ചെയ്യില്ല എന്ന് വരെയുള്ള സാഹചര്യം എത്തിയിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം മറികടന്ന് എമ്പുരാൻ സിനിമ കളിച്ചു. എമ്പുരാൻ സിനിമ ഇറങ്ങി ഫസ്റ്റ് ഡേ തൊട്ട് ഇതിനെതിരെ പരാതികളും വിമർശനങ്ങളും അങ്ങനെ ഭയങ്കര ഇതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ. എന്നാൽ ഒറ്റ കാര്യം പറയുള്ളൂ, സിനിമയായി കാണുക. നമുക്കൊരു 3 മണിക്കൂർ ഒരു എന്റർടൈൻമെന്റ് സിനിമകൾ അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ തിയേറ്ററിൽ പോകുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. ഇപ്പം കട്ട് ചെയ്ത രംഗങ്ങൾ, അതിനകത്തെ കലാപ രംഗങ്ങളും പിന്നെ സ്ത്രീകൾക്കെതിരായ രംഗങ്ങളും ഒക്കെയാണ് കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി, അതായത് വീഡിയോ കാണുന്നവർ ഈ ഒരു കട്ട് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ കട്ട് ചെയ്തതും അല്ലെങ്കിൽ ഈ ഒരു സീനുകൾ കട്ട് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ ഈ സിനിമയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിനിമയെ കാണുക എന്നുള്ളത് മാത്രമാണ്. എന്തായാലും സിനിമ അടുത്ത ആഴ്ചയോടെ വെട്ടിക്കുറിച്ച്, അതായത് പതിപ്പ് നെക്സ്റ്റ് വീക്കോടെ അടുത്ത ആഴ്ച ഒരു ബുധൻ അല്ലെങ്കിൽ വ്യാഴത്തോടെ പ്രദർശനത്തിനെത്തും. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം എമ്പുരാനെ പറ്റിയുള്ള അപ്ഡേറ്റ്സും പുതിയ ന്യൂസുകളും ഒക്കെ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.